ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയം ബി.ജെ.പിക്ക് വലിയ ഉത്തേജനമാണ് നൽകിയിരിക്കുന്നത്. ലോകസഭയിൽ 42ഓളം സീറ്റുകളുള്ള ബംഗാൾ പിടിച്ചെടുക്കുക വഴി ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നേറാമെന്ന ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകളാണ് വിജയിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ താഴിട്ടേ മതിയാകൂ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അത് ബംഗാളിൽ തോറ്റുപോയ മമതയുടെ മാത്രം ആവശ്യമല്ല, കോൺഗ്രസിൻ്റെയും കൂടി പ്രധാന ആവശ്യമാണ്. എന്നാൽ ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മമതയുടെ തോൽവിയോടെ മെല്ലെ മെല്ലെ അത് ഇല്ലാതാകാൻ പോകുന്നത് മമതയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണോ എന്ന ഒരു സംശയം ഇപ്പോൾ ജനിച്ചിരിക്കുകയാണ്. ഇതുവരെ ഒരാളെയും ഭയന്നിട്ടില്ലാത്ത മമതാ ബാനർജി ഈ തോൽവിയോടെ ചെറിയ തോതിലെങ്കിലും ഭയന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ഒറ്റയ്ക്കാകുന്നു എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. ആ പാർട്ടിയുടെ എല്ലാമായ നേതാവ് മമതയാണെന്നിരിക്കെ അവർ തന്നെ ഭയന്നു പോയാൽ പിന്നെ പാർട്ടി തകർന്ന് തരിപ്പണമാകും. അതിനുള്ള എല്ലാ നീക്കവും ബി.ജെ.പി നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന സൂചന അനുസരിച്ച് മമത തൻ്റെ മാതൃസംഘടനയായ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. രാജ്യത്തെ രണ്ടാമത്തെ ഒറ്റക്കക്ഷിയും രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനവും എന്നുള്ള നിലയിൽ കോൺഗ്രസിനൊപ്പം നിലയുറപ്പിക്കുന്നത് മമതയ്ക്കേറെ ഗുണം ചെയ്യുമെന്നാണ് അവർ തന്നെ കരുതുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും അത് പറയുന്നു. അല്ലെങ്കിൽ കേസുകളും ആക്രമണങ്ങളും കൊണ്ട് മമതയെ ഇല്ലാതാക്കാൻ ബി.ജെ.പി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ചോദിക്കാനും പറയാനും ആരും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ബാക്കിയുള്ള പ്രവർത്തകർ കൂടി മമതയെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ദേശീയ നേതാവായി മാറാനും ബി.ജെ.പിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനുമാണ് മമതയെ കോൺഗ്രസിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ സൂചന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നൽകുകയും ചെയ്തിരിക്കുന്നു. അതുപ്രകാരം പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ തോൽവിയെ ആരും തന്നെ പരിഹസിക്കരുത് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞു. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് 207 സീറ്റ് നേടാൻ കഴിഞ്ഞുവെങ്കിലും മമതയുടെ പാർട്ടി 80 സീറ്റ് വരെ നേടിയിട്ടുണ്ട്. പല സീറ്റുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയാണ് അവർ കീഴടങ്ങിയത്. അതായത് ഇപ്പോഴാണെങ്കിൽ മമതയ്ക്കൊപ്പം നല്ല പ്രവർത്തകരും നേതാക്കളുമുണ്ട്. ഇനിയും സമയം വൈകിയാൽ മമതയുടെ അറസ്റ്റെങ്ങാനും നടന്നാൽ അത് പാർട്ടിക്ക് ക്ഷീണം വരും. അതുകൊണ്ട് കോൺഗ്രസിൽ ലയിക്കുകയും മമത കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായി പ്രധാന സ്ഥാനത്തെത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എ.ഐ.സി.സിയുടെ ആലോചന. കോൺഗ്രസുമായുള്ള ബന്ധം മമതയ്ക്ക് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷയായ മമതയ്ക്ക് കോൺഗ്രസിൻ്റെ എല്ലാ പാരമ്പര്യവുമുണ്ട്. എളുപ്പം ഇണങ്ങിച്ചേരുന്ന മമതയെ ഒപ്പം ചേർക്കാൻ ഇനി കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം വന്നാൽ മാത്രം മതിയാകും. തമിഴ്നാട്ടിൽ ഉദിച്ചുയരുന്ന വിജയിയുടെ പാർട്ടിയെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസിന് കഴിയുന്നു എന്നുള്ള ഒരു ഉറപ്പായ സാഹചര്യത്തിൽ മമതയെ കൂടി ഒപ്പം ചേർക്കുക എന്നുള്ളതും ഒരു വലിയ വിജയമായിരിക്കും. തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾക്ക് മേൽ ബി.ജെ.പി കൊള്ളയടിച്ചുവെന്നും ഇക്കാര്യത്തിൽ താൻ മമതയ്ക്കൊപ്പമാണെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതും ഒരുമിച്ചുള്ള പോരാട്ടത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. നേരത്തെ മധ്യപ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര, ബീഹാർ, അതുപോലെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നീ സമയങ്ങളിലെല്ലാം വോട്ട് മോഷണത്തിൻ്റെ ഒരു പ്രവണത കണ്ടതാണെന്നും അതാണ് ബംഗാളിലും നടന്നതെന്നും രാഹുൽ ഗാന്ധി പറയുമ്പോൾ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ബി.ജെ.പിയുടെ ഈ വോട്ട് മോഷണം കണ്ടെത്താനും അതൊരു കൊടുങ്കാറ്റാക്കി ജനങ്ങളുടെ ഇടയിൽ എത്തിച്ച് ബി.ജെ.പിക്കെതിരെ പ്രയോഗിക്കാനുമാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അതിൻ്റെ മുന്നണി പോരാളിയായി രാഹുൽ ഗാന്ധിക്കൊപ്പം മമതയെ ചേർക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമായിരിക്കും. കേരളം പോലെയുള്ള ബി.ജെ.പി ഗതി പിടിക്കാത്ത ഇടത്ത് വോട്ടിംഗ് മെഷീനിൽ സ്വാധീനിക്കാതിരിക്കുകയും അല്ലാത്ത വടക്കൻ സംസ്ഥാനങ്ങളിൽ വോട്ട് മോഷണം നടത്തുകയും ചെയ്യുന്നു ബി.ജെ.പി എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇനി വാക്കുകൾ മാത്രമായി നിർത്താതെ അതിൻ്റെ തെളിവ് കൂടി കൊണ്ടുവരാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. 2029 നരേന്ദ്രമോദി പടിയിറങ്ങാൻ കൂടി സാധ്യതയുള്ളതുകൊണ്ട് ബി.ജെ.പിക്കെതിരെ പട നയിക്കാൻ മമതയെ കൂടി കിട്ടിയാൽ അത് കോൺഗ്രസിന് വലിയ ഗുണം തന്നെയാണ് ഉണ്ടാവുക.